നിയമപരമായ 8 മണിക്കൂർ ജോലിക്ക് പകരം 12 മണിക്കൂർ തുടർച്ചയായ ജോലി. പലതരത്തിലുള്ള കിഴിവുകൾക്ക് ശേഷം കയ്യിൽ കിട്ടുന്നതോ 10,000 രൂപ മുതൽ 11,000 രൂപ വരെ മാത്രം. ടാർഗറ്റ് തികയ്ക്കാനാകാതെ വന്നാലോ ജോലിക്ക് വൈകിയെത്തിയാലോ അതിനും കമ്പനി സ്വീകരിക്കുന്നത് കടുത്ത സാമ്പത്തിക നടപടികൾ. ലേബർ കോഡുകൾ വന്നാൽ തൊഴിലാളികൾക്ക് നല്ല കാലമാണെന്ന മോദി അനുകൂല മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണത്തെ വിശ്വസിച്ച നിരവധി ഉത്തരേന്ത്യൻ തൊഴിലാളികൾ അത് സംഭവിക്കാത്തതോടെ അസ്വസ്ഥരായി. അതിന്റെ പ്രതിഫലനമാണ് നോയിഡയ്ക്ക് പിന്നാലെ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലും ആളിപ്പടർന്ന തൊഴിലാളി പ്രക്ഷോഭം. ഇന്ത്യയിലെ തൊഴിലാളികളുടെ മാന്യമായ വേതനമെന്ന അടിസ്ഥാന ആവശ്യം പോലും പരിഗണിക്കാതെ അവരെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ എത്ര ശ്രമിച്ചാലും കേന്ദ്ര സർക്കാരിനാകില്ല. ഹൽദ്വാനിയിൽ വാഹനഘടന നിർമ്മാണ ബഹുരാഷ്ട്ര കമ്പനിയായ മദർസൺ ഫാക്ടറിയിലെ 500-ലധികം തൊഴിലാളികളാണ് സമരരംഗത്തിറങ്ങിയത്. കുറഞ്ഞ കൂലി, അധിക സമയ വേതനമില്ലാതെ ജോലി, ക്യാൻറ്റീനിലെ മോശം ഭക്ഷണം തുടങ്ങിയവയ്ക്കെതിരായ സമരത്തിൽ പരിഹാരമാർഗം കാണാതെ തൊഴിലാളികളെ അടിച്ചമർത്താനാണ് BJP സർക്കാർ ശ്രമിച്ചത്. ഒടുവിൽ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച 14 ആവശ്യങ്ങളിൽ 12 എണ്ണം ഭരണകൂടത്തിന് അംഗീകരിക്കേണ്ടി വന്നു. അതേസമയം UPയിലെ നോയിഡ, ഹരിയാനയിലെ മനേസർ എന്നിവിടങ്ങളിൽ സമരം ഇപ്പോഴും തുടരുകയാണ്. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ തൊഴിൽ സമരങ്ങളിലൊന്നാണ് നോയിഡയിലെ വ്യവസായ മേഖലയിൽ നടന്നുവരുന്ന ഫാക്ടറി തൊഴിലാളികളുടേത്. പ്രതിദിനം 12 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുമതി നൽകുന്നതാണ് 2025 അവസാനത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ ലേബർ കോഡുകൾ. ഈ നിയമം വേതനത്തിന്റെ അടിസ്ഥാന പരിധി നിശ്ചയിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ വേതനം എത്രയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നു. ഇതാണ് നിലവിൽ നോയിഡയിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. അതായത് കുറഞ്ഞ വേതനത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യിക്കാൻ ഈ നിയമത്തിലൂടെ സാധിക്കും. പുതിയ ലേബർ കോഡുകളുടെ മറവിൽ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ചൂഷണം കടുക്കുകയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യാൻ സർക്കാർ വഴിയൊരുക്കുകയാണെന്നത് നിലവിലെ പ്രക്ഷോഭങ്ങളിലൂടെ വ്യക്തമാണ്. സമരത്തിൽ തൊഴിലാളികൾക്ക് പിന്തുണ നൽകിയ CITU പ്രവർത്തകരെയും BJP സർക്കാരുകൾ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സമരത്തെ തുടർന്ന് നോയിഡയിലെ CITU ഓഫീസുകൾ പോലീസ് അടച്ചുപൂട്ടിയിരുന്നു. CITU ജില്ലാ സെക്രട്ടറി ഗംഗേശ്വർ ദത്ത് ശർമ്മയെ ആദിത്യനാഥ് സർക്കാർ വീട്ടുതടങ്കലിലാക്കി. ട്രേഡ് യൂണിയനുകളിൽ CITUവിനെതിരെ മാത്രമായിരുന്നു സർക്കാരിന്റെ നടപടി. തൊഴിലാളികളോട് മാത്രമായിരുന്നില്ല സർക്കാരിന്റെ ഈ ക്രൂരത. നോയിഡയിൽ സമരം രൂക്ഷമായ ഏപ്രിൽ 13, 14 തീയതികളിൽ ട്യൂഷൻ കഴിഞ്ഞെത്തിയ 350 കുട്ടികളെ അടക്കം പോലീസ് തടവിലാക്കി. ഒരു ഭാഗത്ത് വേതനമില്ലാതെ തൊഴിലാളികൾ തെരുവിലിറങ്ങുമ്പോൾ മറുഭാഗത്ത് രാജ്യത്തെ ബിരുദധാരികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 29.1% വർദ്ധിച്ചു. കഴിഞ്ഞ 9 വർഷത്തെ പണപ്പെരുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ രാജ്യത്ത് കാര്യമായ ശമ്പള വർധനവ് ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024-25 മാത്രം ലക്ഷക്കണക്കിന് പ്രൊഫഷണലുകൾക്ക് തങ്ങളുടെ ജോലി നഷ്ടമായി. കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിക്കുന്ന കുതിക്കുന്ന ഇന്ത്യ എന്ന വാദത്തെയും പൊളിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വൻ തകർച്ചയിലേക്കെന്ന റിപ്പോർട്ടുകളും വന്നത്. രാജ്യത്തെ പ്രതിസന്ധികൾക്ക് ബാഹ്യ ഘടകങ്ങളെ പഴിക്കുന്ന കേന്ദ്ര സർക്കാർ സ്വന്തം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെയാണ് ഇന്ത്യയെ ഭരിച്ചു മുടിക്കുന്നത്.